ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രേസി സ്റ്റിച്ചിങ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കാണാൻ പോകുന്നത് ഒരു ലൈനിങ് ബ്ലൗസ്, അളവ് ബ്ലൗസ് വെച്ച് എങ്ങനെയാണ് മുറിച്ചെടുക്കുന്നതെന്ന് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് അതിൻ്റെ ലൈനിങ് തുണി. 80 പോയിൻ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ തുണി ഒന്ന് നിവർത്തിയിട്ടിട്ട് ഈ ബോർഡർ ഉണ്ടല്ലോ, ലൈനിങ് പീസിലേക്ക് ഈ ബോർഡർ ഉണ്ടല്ലോ, ഈ സൈഡ് താഴെ വശത്തിലെ ഒരു ബോർഡറും മുകൾ വശത്തിലെ ഒരു ബോർഡറും വരുന്ന രീതിക്ക് മടക്കിയിട്ടിട്ട്, ഇപ്പം തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മടക്കാം. ഇങ്ങനെ ഇതാണ് ബോർഡർ. ഇങ്ങനെ ഒരുപോലെ വെച്ചിട്ട് ഇപ്പോൾ ഇതിനകത്ത് 4 പീസുണ്ട്. ഇത് കണ്ടില്ലേ, 1 2 3 4 പീസുണ്ട്. ഇങ്ങനെ മടക്കിയിട്ട് ഇതാണ് ഇതിൻ്റെ അളവ് ബ്ലൗസ്. ഇതിൻ്റെ ഇടത്തെ കൈ കൊണ്ട് ഈ അളവ് ബ്ലൗസിൻ്റെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ കൃത്യം ഈ പോയിൻ്റ് ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്യാം. ഇത് കണ്ടില്ല, ഇങ്ങനെ കൃത്യം ഈ ബോർഡർ മടക്കിയിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് തയ്ച്ചു കൊടുക്കുന്ന ഭാഗമാണ്. ഇത് തയ്യൽ തുമ്പിനെ ഉള്ള അളവ്. ഇത് തയ്ക്കുന്ന ഭാഗവും ഇത് തയ്യൽ തുമ്പിനെ ഉള്ള അളവും 1/4 ഇഞ്ച് കൂടുതലായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ മടക്കി തയ്ക്കേണ്ട അളവ്. ഇത് മടക്കി തയ്ക്കേണ്ട അളവിനെ 1 ഇഞ്ച് ഇങ്ങനെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വിട്ടിട്ട് ഇതിങ്ങനെ വരച്ചെടുത്തു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അരച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു മുട്ടുസൂചി ഒന്ന് കുത്തി കൊടുക്കാം. ഇതുപോലെ എന്നാന്ന് വെച്ചാൽ ഇത് വെച്ചാണ് നമ്മൾ മെയിൻ ക്ലോത്ത് മുറിച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു മുട്ടുസൂചി കുത്തി കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള ഭാഗത്തിലേക്ക് നമ്മൾ മുറിച്ചെടുത്തു. അപ്പം ഈ സെൻറ്റർ ഈ ഷോൾഡർ ഭാഗം ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. ഇപ്പം കൈ പീസ് റെഡിയായി. എന്നിട്ട് ഇപ്പം തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഒരു ബോർഡർ നമ്മൾ കൈ പീസിനെ എടുത്തു. ഇത് ഒരു ബോർഡർ ഇപ്പം പുറവശം നമ്മൾ എടുക്കാൻ പോവുക. ഇത് കണ്ടില്ലേ, ബ്ലൗസിൻ്റെ ഷോൾഡർ ഭാഗം ഇങ്ങനെ പിടിക്കുന്നു. 2 ഷോൾഡറും കൂടെ ചേർത്ത് ഇങ്ങനെയുള്ളത് ഇങ്ങനെ വെച്ചിട്ട് 2ഉം കൂടെ ചേർത്ത് ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് താഴെ വശത്തിലേക്ക് ഈ തയ്ച്ചിരിക്കുന്ന അളവ്, ഈ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഹിപ്പിൻ്റെ അളവ്, ഇങ്ങനെ ടൈറ്റായിട്ട് നല്ലപോലെ ഒന്ന് മുറുകെ പിടിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അളവ് ബ്ലൗസ് വെച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇഞ്ചി ടേപ്പ് ഒന്നും വെച്ച് മെഷർ ചെയ്യാതെ അളവ് തുണി മാത്രം വെച്ച് നമ്മൾ തയ്ച്ചെടുക്കാം, മുറിച്ചെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കൃത്യം ഈ ഭാഗം ഒരുപോലെ വെച്ചിട്ട് ഇത് തയ്യൽ തുമ്പിനെ നമ്മൾ മടക്കി തയ്ക്കേണ്ട ഭാഗമാണ്. അപ്പം ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ മുറുകെ ഇങ്ങനെ വലിച്ച് പിടിച്ചുകൊണ്ട് ഇത് ആംകോളിൻ്റെ അളവ്, ഇത് എക്സ്ട്രാ ആയിട്ടുള്ള അളവാണ്. ഇത് തയ്യൽ തുമ്പിനെ 2 ഇഞ്ച് നമ്മൾ കൂടുതലായിട്ട് വിട്ടിട്ട് വരച്ചിട്ടുണ്ട്. ഇത് ഷോൾഡർ ഭാഗം, ഇത് തയ്യൽ തുമ്പിനുള്ള അളവും ഇത് ഷോൾഡർ ഭാഗവും ഇത് തയ്യൽ തുമ്പിനുള്ള അളവും എടുത്തു. ഇപ്പം കഴുത്ത് ഭാഗം, ഇതാണ് പുറവശം കഴുത്ത്. ഇത് ഫ്രണ്ടിലേക്കുള്ളതാണ്. ഇത് ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഇതാണ് പുറവശം കഴുത്ത്. ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു.
എന്നിട്ട് ഇത് മാറ്റി ഇപ്പോൾ ഇവിടെ ഒരു മുട്ട് സൂചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ എക്സ്ട്രാ ആയിട്ട് നമ്മൾ അളവെടുത്തിട്ടുണ്ടല്ലോ തയ്യൽ തുമ്പിനെ, അവിടെ ടേപ്പ് വെച്ച് ഇതിങ്ങനെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുത്തു. ഇവിടെ എക്സ്ട്രാ ആയിട്ടുള്ള അളവും ഇവിടെ നമ്മൾ തയ്ച്ചു കൊടുക്കുന്ന അളവുമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സെൻറ്റർ ഭാഗം ഇത് കണ്ടില്ല, ഇവിടെ ഈ കോർണറിൽ ഇവിടെ 1.25 ഇഞ്ച് വെച്ചിട്ട് മെഷർ ചെയ്തു. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് കർവായിട്ട് ഇങ്ങനെ ചരിച്ച് അടയാളപ്പെടുത്തി കൊടുത്തു. ഇപ്പോൾ ഈ കഴുത്ത് ഭാഗത്തിലേക്ക് നല്ലപോലെ ഈ ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു മുട്ടുസൂചി ഇട്ട് കൊടുത്തു. ഇപ്പം ഈ കഴുത്ത് ഭാഗം ഇവിടം തൊട്ട് ഇങ്ങനെ മുറിക്കണ്ട. നമ്മൾ ഇത് മെയിൻ പീസിനകത്ത് വെച്ച് തയ്ക്കുമ്പോൾ സകലം ബുദ്ധിമുട്ടാണ്. തുണി അതിലേക്ക് ചിലപ്പം തെന്നിപ്പോകും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കാം. ഇപ്പം ഇത് ഈ കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗം ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. നമ്മൾ തയ്ച്ചെടുക്കുമ്പം ഇത് കണ്ടില്ലേ, ഇങ്ങനെ മെയിൻ തുണിക്കകത്ത് ഇങ്ങനെ വെച്ച് നോർത്ത് വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് തന്നെ ഈ ചോക്കിൻ്റെ പാട് കാണുന്നുണ്ടല്ലോ, അതെ ഇവിടെ ഇതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ തയ്ച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ കഴുത്ത് ഭാഗം മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് തുണി തെന്നിപ്പോകാനുള്ള സാധ്യത കുറവാണ്, അളവൊന്നും മാറിപ്പോകത്തില്ല. ഇപ്പം ഈ തുണി ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ക്രോസായിട്ടാണ് നമ്മൾ ഇട്ട് എടുക്കാൻ പോകുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുമ്പം ഇത് കണ്ടില്ലേ, ഇങ്ങനെ തുണി നമ്മൾ വലിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ വലിയത്തില്ല. അപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് എടുക്കുമ്പം ഇവിടെ പിടിച്ച് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഈ തുണി ഇങ്ങനെ വലിഞ്ഞു വരും. ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് പീസ് എടുക്കേണ്ടത്. ഈ പുറവശം ഉള്ളത് ഇവിടെ വെച്ചിട്ട് നേരായിട്ട് ഇതാണ് സെൻറ്റർ ഭാഗം. ഈ സെൻറ്റർ ഭാഗവും ഒരുപോലെ വരുന്ന രീതിക്ക് വെച്ചിട്ട് ഇത് ഷോൾഡർ, ഇത് ആം ഹോളിൻ്റെ അളവ്, ഇത് നമ്മുടെ ചുറ്റളവാണ്. ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മുടെ ചുറ്റളവാണ്. ഇപ്പം ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇവിടെ ഒരു മുട്ടുസൂചി ഇട്ട് കൊടുത്തു. ഇങ്ങനെ എന്നിട്ട് അളവ് ബ്ലൗസിൻ്റെ ഈ ഇടത്തെ ഭാഗം ഉണ്ടല്ലോ, ഇത് മാത്രം ഇങ്ങനെ എടുത്തിട്ട് കൃത്യം നമ്മൾ ഈ ഭാഗത്തിലേക്ക് വെച്ച് നമ്മൾ വരച്ചിരിക്കുന്ന ഇവിടം തന്നെ ഈ അളവ് ബ്ലൗസിൻ്റെ സെൻറ്റർ, ഷോൾഡറിൻ്റെ ഈ സെൻറ്റർ ഭാഗവും നമ്മൾ വരച്ചിരിക്കുന്ന സെൻറ്റർ ഭാഗവും ഒരുപോലെ വരുന്ന രീതിക്ക് വെച്ചിട്ട് ഇങ്ങനെ. ഇപ്പം ഈ കഴുത്ത് മെഷർ ചെയ്യാം. ഇപ്പം ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ കഴുത്ത് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇത് ചുറ്റളവാണ്. ഇത് ബെൽറ്റ്, ഈ ബ്ലൗസിൻ്റെ ഈ ബെൽറ്റ് ഉണ്ടല്ലോ, ക്രോസ് ബെൽറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ അളവ് ഇവിടെ വരെയുണ്ട്. ഇതിനെക്കാട്ടിലും 1 ഇഞ്ച് കൂടുതലായിട്ട് എടുത്തു. എന്നിട്ട് ഈ ഭാഗം ഇവിടെ ഈ ബെൽറ്റ് അളവാണ്. ഇത് കൂടുതലായിട്ട് നമ്മൾ തയ്യൽ തുമ്പിനെ ഉള്ളത്. ഇപ്പോൾ ഈ സെൻറ്റർ ഭാഗം ഈ ബെൽറ്റിൻ്റെ ഈ ക്രോസിൻ്റെ ടാറ്റ് പിടിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ഇതിൻ്റെ അളവും മുകളിലേക്ക് ഈ ഷോൾഡറിൻ്റെ അളവും നേരായിട്ട് വെച്ചിട്ട് ഇവിടെ ഈ സെൻറ്റർ ഭാഗം നേരായിട്ട് വെച്ച് അതിൻ്റെ നേരെ താഴെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇത് ബെൽറ്റിൻ്റെ ഇവിടെ ക്രോസിൻ്റെ അളവാണ്. ഇതിനെക്കാട്ടിലും തയ്യൽ തുമ്പിന് കൂടുതലായിട്ട് വിട്ട് അരച്ചെടുത്തു.
എന്നിട്ട് ഇവിടെ ഒരു മുട്ടു സൂചി ഇട്ട് കൊടുത്തു. ഈ കഴുത്ത് ഭാഗം നല്ലപോലെ ഒന്ന് ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കാം. നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടാണ് കഴുത്ത് ഭാഗം മുറിച്ചെടുക്കേണ്ടത്. ഇവിടെ ഒന്ന് തട്ടിക്കൊടുക്കുമ്പോൾ ഈ ചോക്കിൻ്റെ പാട് അടിവശത്തിലുള്ള തുണിക്കകത്ത് കാണും. ഒരു 1/4 ഇഞ്ച് കൂടുതലായിട്ട് വിട്ടിട്ട് മുറിച്ചെടുത്തു. ഇത് ആംകോളിൻ്റെ അളവ്. മുറിച്ച് മാറ്റി. എന്നിട്ട് നമ്മളിപ്പം മുറിച്ചെടുത്ത ഈ പീസും കൊണ്ടാണ് നമ്മൾ മെയിൻ ക്ലോത്ത് നമ്മൾ മുറിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പം ഇതാണ് അതിൻ്റെ സാരി. ഇത് കണ്ടില്ല, ഇതാണ് അതിൻ്റെ സാരി. നല്ലൊരു പട്ട് സാരിയാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ബ്ലൗസ് തുണി. കൈവശത്തിലേക്ക് ഈ ബോർഡർ വരുന്ന രീതിക്ക് നമ്മൾ മുറിച്ചെടുക്കുന്നു. മടക്കി കൈവശത്തിലേക്ക് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിന് വിട്ട് ഇങ്ങനെ ബ്ലൗസ് ആദ്യം നമ്മൾ മുറിച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബോർഡർ സൈഡ് മടക്കിയിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുന്നു. ഇങ്ങനെ മടക്കി ഇതിൻ്റെ പുറത്ത് നമ്മൾ ഈ ലൈനിങ് പീസ് വെച്ച് ലൈനിങ് പീസിനെക്കാട്ട് ഒരു 1/4 ഇഞ്ച് കൂടുതലായിട്ട് നമ്മളിങ്ങനെ മുറിച്ചെടുക്കാം. നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള ഈ പീസെല്ലാം നമ്മൾ മുറിച്ച് മാറ്റിയെടുക്കാം. നമ്മൾ മുറിക്കുമ്പം തന്നെ ഈ ലൈനിൻ്റെ അളവിന് തന്നെ നമ്മൾ മുറിച്ചെടുക്കണ്ട. ശകലം കൂടുതലായിട്ട് മുറിച്ചെടുത്തിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് ബാക്കി ആവശ്യമില്ലാത്ത തുണി നമ്മൾ മുറിച്ച് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഈ ഷോൾഡർ ഭാഗം അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഈ തുണി ഇതാണ് നമുക്ക് മെയിൻ പീസ്. ഇതിനകത്ത് നമ്മൾ മറിച്ചിട്ടാണ് തുണി മറിച്ച് ഇട്ടിട്ട് വേണം നമ്മൾ മെഷർ ചെയ്യേണ്ടത്. നേരെ വശത്തിലല്ല, നല്ല വശത്തിലേക്ക് നമ്മൾ മെഷർ ചെയ്യുമ്പം ചോക്കിൻ്റെ പാടൊക്കെ കാണും. അതുകൊണ്ട് ഉള്ളുവശത്തിലേക്ക് മറിച്ചിട്ടിട്ട് വേണം നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഇത് ലൈനിങ് പീസ്. ഈ ലൈനിങ് പീസ് കൃത്യമായി അളവിന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പിന്നിട്ട് കൊടുത്തു. ഇവിടെയും പിന്നിട്ട് കൊടുത്തു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. ഞാൻ മുറിച്ചെടുത്തു. എന്നിട്ട് കഴുത്ത് ഭാഗം സെൻറ്ററിലേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തു. നമ്മൾ ഇത് തയ്ച്ചെടുക്കുമ്പം ഇത് നല്ല വശത്തിലേക്ക് ഇങ്ങനെ നൂർത്തിട്ടിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ ഈ ലൈനിങ് പീസ് ഇങ്ങനെ നൂർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുത്തു. ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ട് ഈ തുണി ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിനെ വിട്ടിട്ട് മുറിച്ച് മാറ്റിയെടുത്തിട്ട് വേണം നമ്മൾ കഴുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഫ്രണ്ട് ഭാഗം മുറിച്ചെടുക്കാം.
വെച്ചിട്ട് ക്രോസായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസായിട്ട് തുണി വരുന്ന രീതിക്ക് ഇങ്ങനെ വരുന്ന രീതിക്ക് ഇട്ടിട്ട് അതുപോലെ തന്നെ മുറിച്ചെടുക്കാം. നമ്മൾ ബാക്ക് സൈഡ് തയ്ച്ചെടുത്തതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തിലേക്കും നല്ല പീസിൻ്റെ പുറത്ത് ലൈനിങ് പീസ് വെച്ച് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കഴുത്ത് ഭാഗം വേണം നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. ഇങ്ങനെ രണ്ട് തുണിയിലും ഈ ചോക്കിൻ്റെ പാടുണ്ടല്ലോ, ഇത് നല്ല പീസാണ്. ഈ നല്ല പീസിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കഴുത്ത് ഭാഗം ഈ ചോക്കിൻ്റെ പുറത്ത് തന്നെ തയ്ച്ച് കൊടുത്തിട്ട് മറിച്ചെടുക്കാം. ഇങ്ങനെയാണ് ഫ്രണ്ട് ഭാഗം തയ്ച്ചെടുക്കേണ്ടത്. അപ്പം നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ബൈ.